ഹലോ ഹലോ എടി, ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. നിനക്ക് 100 ആയുസാ. എടി, നീ എനിക്കൊരു 5000 പൗണ്ട് കടം തരുമോ? നെക്സ്റ്റ് മന്ത് തിരിച്ചു തരാം, പക്ക. ഐ വിൽ റിട്ടേൺ ഇറ്റ് ഷുവർ. 5000 പൗണ്ടോ? എന്തിനാ കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന നിനക്കോ? അയ്യടി, നീ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ എനിക്ക് 100 ആയുസാണെന്ന്. അത് ഞാൻ ഒരു ഓളത്തിന് വെച്ച് കാച്ചിയതല്ലേടി മോളെ. എടി, നിനക്ക് ഇവിടുത്തെ ആളുടെ പിശുക്ക് അറിയില്ലേ? ഒരു നല്ല ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കത്തില്ല, ഒരു നല്ല സ്ഥലത്ത് കൊണ്ടുപോകില്ല. ചോദിച്ചാ പറയും നാട്ടിലെ കടം തീരട്ടെ എന്ന്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. എടി, നിന്റെ ഹസ്ബൻഡിനെ നമുക്കൊന്ന് മാറ്റിയെടുത്താലോടി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടി മോളെ. പുതിയ ഒരാളെയും കൊണ്ട് നാട്ടിൽ ചെന്നാൽ അത് നാണക്കേടല്ലേ? എടി, അതല്ല, ചില സൈക്കോളജിക്കൽ മൂവ്മെന്റിലൂടെ നിന്റെ കെട്ടിയോന്റെ പിശുക്ക് നമുക്ക് മാറ്റിയെടുത്താലോ? എടി, അതാണോ ഞാൻ പറഞ്ഞത്? ആണുങ്ങളുടെ ആത്മാഭിമാനം അത് അവർക്ക് വലുതാ. ആ വീക്ക്നെസ്സിൽ ഒരു കൊട്ട് കൊടുത്താൽ എല്ലാം ശരിയാവും. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? മനസ്സിലായില്ല. അത് നിനക്ക് വഴിയേ മനസ്സിലാവും. പിന്നെ ഞാനൊരു സഹായം ചോദിച്ചത് അത് മറക്കല്ലേ. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? ഒരു മുന്നറിയിപ്പും കൂടാതെ. ആൻസിയെ ഇതാരാ വന്നു നോക്കേ. വരൂ വരൂ. അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നും പറയണ്ടേ. ഹോളിഡേയ്സ് ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത പർച്ചേസിങ്. പ്രത്യേകിച്ച് ഇവ കോഫും കൂടാതെ ഫുഡ് വരെ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ഭാര്യമാരുടെ ആരോഗ്യം നമ്മൾ നോക്കണമല്ലോ. ഞങ്ങൾ ഈ അടുത്തിടെ ഒരു പർച്ചേസിങ്ങിന് പോയതാണ്. 2 തോർത്തും 3 ബാർ സൂപ്പും. വെറുതെ അടുത്തിടെ എന്ന് പറഞ്ഞ 6 മാസം മുന്നേ അല്ലേ ഇവള് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ മാസം പോയപ്പോ 4 തരം ഡ്രസ്സാണ് എടുത്തത്. ഇന്നിപ്പം പോകുമ്പോൾ ഡയമണ്ട് ഓർഡർ ചെയ്തു. ഇനി അടുത്ത മാസം വെഡിങ് ആനിവേഴ്സറി വരിക, അതിന്റെ ചെലവ് ഇനി വേറെ. സത്യം പറഞ്ഞാൽ കുറച്ച് കാശ് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അടുത്ത മാസം ഞങ്ങൾ ട്രിപ്പ് പോവാണ് അമേരിക്കയ്ക്ക്. ഇവർക്ക് ഏറ്റവും കുറഞ്ഞ ഡ്രസ്സിന് 1 ലക്ഷം രൂപയെങ്കിലും ആവും. സത്യമാണോ ഈ പറയുന്നത്? എൻ്റെ ഭാര്യയുടെ സന്തോഷം ഞാനല്ലേ നോക്കണ്ടത്. എടി, ഇപ്പൊ എങ്ങനെയുണ്ട്? ആള് മാറിയില്ലേ? നിന്നെ ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നടി. നീ ചോദിച്ച പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഉള്ളതാണോ? അതെന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചത്. എടി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കേട്ടോ, എല്ലാം സെറ്റ് കേട്ടോ. ഇനി അടുത്ത വട്ടം കാണാം. ഓക്കെ ചേട്ടാ, ഇറങ്ങാം നമുക്ക്. എന്നാ ശരി, എന്നാ പോട്ടോ. ശരി, ഓക്കെ. ഞാൻ എത്ര ദിവസത്തേക്കാ ലീവ് എടുക്കേണ്ടത്? എന്തിന്? അപ്പൊ നിങ്ങൾ അമേരിക്ക പോവാന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നോ? അത് നീ അങ്ങ് വിശ്വസിച്ചോ? ആ വിൽസനെ അവന്റെ ഭാര്യയ്ക്ക് ഡയമണ്ട് വാങ്ങിച്ചു, സാരി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് എന്ത് തോന്നി? എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ അവൻ എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണ്ട. എന്ത് കള്ളത്തരം പറഞ്ഞെങ്കിലും എനിക്കറിയാം എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാം. ഓ,